തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. 3000 രൂപ പെൻഷൻ നൽകുമെന്ന് KC വേണുഗോപാൽ പറയുന്നത് വലിയ തമാശയാണെന്ന് CPM നേതാവ് MV ജയരാജൻ. പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന് പറഞ്ഞവരാണ് ഇത് പറയുന്നത്. UDF വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടവും പെരുമാറ്റച്ചട്ടവും എല്ലാം പാലിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് നിയമപരമായി ആവശ്യപ്പെട്ടാൽ. ഈ സർക്കുലറിൽ GOMS 6/2016 എന്ന് എഴുതിയാൽ സാധാരണഗതിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് എന്നാണ് തൊട്ടടുത്ത് എഴുതേണ്ടത്. എന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ സർക്കുലറല്ല, കേരളത്തിലെ സർക്കാരിൻ്റെ 2016 ഒരു ഉത്തരവാണ്. അത് പരിശോധിച്ചപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് ഇറക്കിയ ഉത്തരവാണ്. ഈ സർക്കുലർ എന്നത് കേരളത്തിൽ ഹോർഡിങ്സ് സ്ഥാപിക്കുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വേണം എന്നതാണ് ഇതിലടങ്ങിയ സത്ത. എന്തുകൊണ്ട് ഈ സർക്കുലർ ഏത് വകുപ്പിൻ്റെതാണ് എന്ന് പരാമർശിക്കാത്തത്? തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ജയരാജൻ കുറ്റപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ LDF പ്രചാരണ ബോർഡുകൾ നീക്കാൻ ആവശ്യപ്പെട്ടു. പിണറായി വിജയന്റെ ചിത്രമുള്ള ബോർഡുകളാണ് നീക്കാൻ ആവശ്യപ്പെട്ടത്. അതേസമയം BJP ബോർഡുകൾ നീക്കാൻ നിർദ്ദേശമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലേക്ക് അയച്ച നിരീക്ഷകരിൽ ചിലർ രാഷ്ട്രീയ നിരീക്ഷകരാണെന്നും ജയരാജൻ പറഞ്ഞു. പേരാവൂരിൽ ഇത്തവണ LDF ജയിക്കും. തളിപ്പറമ്പ് ഉൾപ്പെടെ സിറ്റിംഗ് മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും ജയരാജൻ പറഞ്ഞു. മോഡിയുടെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ചിത്രത്തോടുകൂടി BJP പ്രചരണ ബോർഡ് സ്ഥാപിച്ചത് മാറ്റാൻ നിർദ്ദേശമില്ല. ഇടതുപക്ഷത്തിൻ്റെ ബോർഡ് മാറ്റാൻ നിർദ്ദേശം. ഇത് UDFൻ്റെ ബോർഡാണ്. കേരളം ജയിക്കും, UDF നയിക്കും. ഇതും ഹോർഡിങ്സാണ്. ഇത് മാറ്റാൻ ഉത്തരവില്ല. പക്ഷപാതപരമായ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ ചില നിരീക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രത്യേകതകളോ കണ്ണൂർ ജില്ലയുടെ സവിശേഷതകളോ മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടവും പെരുമാറ്റച്ചട്ടവും എല്ലാം പാലിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, മോഡിയുടെ ചിത്രസഹിതമുള്ള ബോർഡ് മാറ്റാൻ നിർദ്ദേശം കൊടുക്കാതെ പിണറായി വിജയൻ്റെ ചിത്രമുള്ള ബോർഡ് മാറ്റാൻ വേണ്ടി പറയുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലേക്ക് കണ്ണൂരിലേക്ക് നിയോഗിച്ച നിരീക്ഷകരിൽ ചിലർ രാഷ്ട്രീയ നിരീക്ഷകരാണ്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.